അടിപൊളി കേട്ടോ. ഇതുണ്ടോ ഇതൊക്കെ കയറിയിരിക്കുന്ന സ്ഥലമായിരിക്കും. നമ്മൾ അടുത്തൊരു ഫോറസ്റ്റ് പോണ കാര്യം പറഞ്ഞില്ലേ പ്രഷർ. ഹായ് ഹലോ നമസ്കാരം, സതീഷ് വയനാട് വണ്ടിമലയും. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ നമ്മുടെ പണിക്കാരനും മാഹിക്കാരനും ക്യാമ്പ് ചെയ്യാൻ ഈ വഴിക്ക് വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ട് ഞാനിങ്ങനെ വന്നതാണ്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, പോയി നോക്കാം. ഒറ്റയ്ക്കായതുകൊണ്ട് ചെറിയ ബോറടി ഉണ്ട്, പേടിയൊന്നുമില്ല. ഹായ്, എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഹൈദരാബാദ്. ഓക്കെ, വണ്ടിമലയും ചാനൽ, യൂട്യൂബ് ചാനൽ. ഓക്കെ, സബ്സ്ക്രൈബ് കരോ. നമുക്ക് നമ്മുടെ പണിക്കാരനും മാഹിക്കാരനും അവിടെ ക്യാമ്പ് ചെയ്യുന്നിടത്തിൽ എത്തിപ്പെട്ടിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ നിന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് വിട്ടാലോ? അവിടെ നിന്ന് നോക്കിയാലും ഇവിടത്തേക്കൊക്കെ കാണാൻ പറ്റും. നമുക്ക് അവിടെ നിന്ന് ദൂരെ നിന്ന് ഇവിടേക്കുള്ള ഒരു വിഷ്വൽ നമുക്ക് അവിടെ നിന്ന് നോക്കി കാണാം. ഈ പോകുന്ന വഴിയുണ്ടല്ലോ, ഈ വഴിയിലൂടെ കുറേ അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്ഥലമുണ്ട്, ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിലാണ് നമുക്ക് എത്തിപ്പെടേണ്ടത്. നമ്മുടെ പണിക്കാരനും അതുപോലെ മാഹിക്കാരനും അതിൻ്റെ ആ പരിസരത്ത് എവിടെയോ ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞു. അപ്പോൾ അവിടേക്ക് ചെല്ലാൻ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒറ്റയ്ക്കായത് കൊണ്ട് ഒരു മടി, പേടിയല്ല കേട്ടോ, പേടി നമുക്ക് നേരത്തെ ആ കാടിൻ്റെ ഉള്ളിലൊക്കെ പോയപ്പോഴായിരുന്നു. ഇവിടെ അങ്ങനെ പേടിയില്ല. പക്ഷെ എന്നാലും ഇതാ കണ്ടില്ലേ, ഈ വഴി അങ്ങനെ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരം അങ്ങ് നടക്കാനുണ്ട് കേട്ടോ. പുലിയും കടുവയൊക്കെ ഇവിടെ നന്നായിട്ട് ഓടി നടക്കുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ളവരെല്ലാവരും ഇന്നെ എടുത്തിട്ട് പെരുമാറും. കാരണം അതൊന്നുണ്ടെന്ന് നമ്മൾ പറയാൻ പാടില്ല. ഉണ്ടെങ്കിലും ഇതൊക്കെ ഇങ്ങനെ സഞ്ചാരമുള്ളതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ, അല്ലാതെ ഒന്നുമല്ലേ. എനിക്ക് പേടിയുണ്ട്, നാട് കാട്ടുപോയില്ല, അതിനേക്കാളും കൂടുതൽ പേടിയുള്ള സ്ഥലം ഇത്. അപ്പോൾ നല്ല രസമാണ് ഇവിടെ, ഒരു രക്ഷയില്ല. കയറി മേലേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ബാക്കിയുള്ള നമുക്ക് അവിടെ പോയിട്ട് ഇവരെ കണ്ടതിന് ശേഷം വിശേഷം പറയാൻ ഒരുപാടുണ്ടാവും. അപ്പോഴത്തേക്കും കുറച്ച് ബാക്കി വെക്കണ്ടേ. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഗുഹേൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ ഗുഹ അങ്ങനെ പെട്ടെന്ന് ആർക്കും എത്തിപ്പെടാൻ പറ്റിയ ഒരു സ്ഥലമല്ല, അനുകരിക്കരുത് ആരും. വളരെ ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. ഈ ആർക്കെങ്കിലും ഈ സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും ആരും ഇവിടെ വന്ന് ഇതുപോലെ നോക്കരുത്. ഞാനിവിടെ അബദ്ധത്തിൽ എത്തിപ്പെട്ടതാണ്. തിരിച്ചിറങ്ങാനും സാഹസികമായിട്ട് വേണം. ഫയർഫോഴ്സിനെ വിളിക്കേണ്ട അവസ്ഥയൊന്നും ആരും എടുത്തു വെക്കരുത്. അതുകൊണ്ട് ഞാൻ ഇനി മേലേക്ക് കയറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാ കണ്ടില്ലേ, ഇതിലൊക്കെ കിങ് കോബ്രയൊക്കെ ഉണ്ടാവും. ഇതിൽ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത്. വളരെയധികം പ്രശ്നമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആരും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ സേഫ്റ്റി ഒന്നും ഇല്ലാതെ ആരും ചെയ്യരുത് കേട്ടോ. ഒറ്റയ്ക്ക് ഞാനിവിടെ എത്തിപ്പെട്ടത് കൊണ്ട് കാണിക്കുന്നുള്ളൂ. ഇതുപോലെയുള്ള സ്ഥലത്ത് ആരും ഒറ്റയ്ക്ക് വന്ന് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഓക്കെ, പിന്നെ പണിക്കാരനും മാഹിക്കാരനും ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ ഞാനിങ്ങനെ തെരഞ്ഞു വന്നാണ്. നേരെ ഇരുട്ടി തുടങ്ങി. അപ്പോൾ അവരുടെ അടുത്ത് എത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ വളരെയധികം റിസ്ക് എടുത്തിട്ട് ഇതുപോലെ ഇവിടെ എത്തിപ്പെട്ടു. ഇനിയിപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തും കൂടി അങ്ങനെ പോയി അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരുടെ അടുത്ത് എത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ. പോയി നോക്കാം. ഏതാ വഴിയെന്നൊന്നും അറിയില്ല, പണിക്കാരൻ ഏതിലാ വന്നതെന്നൊന്നും അറിയില്ല. നമ്മുടെ ട്രൈപോഡിന് ചെറിയ ഇളക്കുള്ളത് കൊണ്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ട് നമ്മുടെ വീഡിയോ അല്ലാതെ ലാഗായി പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. വളരെയധികം ഡേഞ്ചറായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ട്രൈപോഡിന് ചെറിയ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് അതിൻ്റെ കുഴപ്പങ്ങളെല്ലാം ക്ഷമിച്ച് നിങ്ങളൊന്ന് വീഡിയോ സമയോടെ കാണുക. വളരെയധികം റിസ്ക് എടുത്തിട്ടാണ് വരുന്നത്. എന്തോ വന്യമൃഗങ്ങളുടെ സ്മെല്ലടിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. എനിക്ക് തോന്നുന്നത് പുതിയ കടുവ അതുപോലെ എന്തോ സംഭവമാണെന്ന് എനിക്ക് തോന്നണം കേട്ടോ. കാരണം ഇവിടെ അതിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. എനിക്കതിനുള്ള എല്ലാ സൂചനകളും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെയധികം
ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്താണ് ഞാൻ വന്നിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഏതാണ്ട് അത് അവിടെ വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ലക്ഷ്യ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്, തോന്നുന്നത് അവരാണെന്നാണ്. പിന്നെ അവിടെ നിന്നൊക്കെ എന്തൊക്കെയോ കരയുന്ന സൗണ്ടൊക്കെ കേട്ടു. ഈ പോക്കാൻ പൂച്ച എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സാധനം എന്താണെന്ന് തോന്നുന്നുണ്ട്. ശരിക്കും പേടിയായി തുടങ്ങി കേട്ടോ. വളരെയധികം റിസ്ക് ഉണ്ട്. നമ്മുടെ റിസ്കിനൊരു ഫലം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഈ ഇത്രയും നമ്മുടെ വീഡിയോ, ഇത്രയും നാളത്തെ വീഡിയോയിൽ ഏറ്റവും അഡ്വഞ്ചർ ആയിട്ടുള്ള വീഡിയോ ഇതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നല്ലൊരു ട്രൈപോഡ് പോലും കയ്യിലില്ലാതെ ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കിട്ടിയ അവസരം പാഴാക്കി കളയരുത് എന്നുള്ള ഒരു കാര്യമുള്ളത് കൊണ്ടാണ്. കാരണം ഇനി ഒരു ട്രൈപോഡുമായിട്ട്, നല്ല ട്രൈപോഡായിട്ട് ഇനിയൊരു ദിവസം വരാം എന്ന് വിചാരിക്കേണ്ട സ്ഥലമല്ല ഇത്. അതുകൊണ്ടാണ് കേട്ടോ. വളരെയധികം അതാ സൗണ്ട് കേട്ടോ. എന്തോ അവിടുന്ന് കരയുന്നുണ്ട്, അറിയില്ല. നമുക്കെന്തായാലും മേലേക്ക് പോവാം. മേലെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അത് കിളി പറഞ്ഞു. എൻ്റെ ദൈവമേ, ഞാനേ സൗണ്ട് കേട്ടിട്ടാണ് ഈ വഴിക്ക് തിരിച്ചത്, അല്ലെങ്കിൽ ഞാനതിലെ വഴി തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ വന്ന വഴി കുറച്ച് ഡേഞ്ചറായിരുന്നു. ഇനി കുറച്ചും കൂടി കയറാനുണ്ട്. ഓക്കെ, നമ്മുടെ പണിക്കാരനൊക്കെ തന്നെയാണ് തോന്നുന്നുണ്ട്. അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ചെറുങ്ങനെ കേൾക്കുന്നുള്ളൂ. പോയി നോക്കട്ടോ. ഈ വഴിക്ക് തന്നെയാ, ഈ വഴിക്ക് ആയിരിക്കില്ല അവർ പോയത്. എനിക്ക് വഴി തെറ്റിപ്പോ, ഈ വഴിക്ക് ആകാൻ സാധ്യതയില്ല. എനിക്ക് വഴി തെറ്റിപ്പോയതായിരിക്കാനാണ് സാധ്യത. അവരെ സംസാരം കേൾക്കുന്നുണ്ട്. ഈ വഴിക്കായിരിക്കില്ല, വേറെ വഴി ഉണ്ടോയെന്നല്ല അറിയില്ല. അടിപൊളിട്ടോ, ഇതുണ്ടോ? ഓ വാവ്, എങ്ങനെയുണ്ട്? ഇതിലെ വന്നതെന്ന് അറിയാം. ഇതുവഴിയാ വന്നത്. ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഒരു ക്യാമ്പ് ചെയ്യണം ഇവിടെ നിന്നിട്ട്. ഞാനൊരു ക്യാമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ടായിരിക്കും ക്യാമ്പ് ചെയ്യുക. ഇവിടെ നിന്നൊരു കട്ടൻ ചായ ഇട്ട് കുടിച്ച് ഈ ഒരു കൊടേൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കും. പുറകിൽ പുറത്തൊക്കെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ കയറിയിരിക്കുന്ന സ്ഥലമായിരിക്കും. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഇവിടെ ഇരുന്നിട്ട് ഒരു കട്ടൻ ചായ കിട്ടി കുടിച്ച് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഇനി തിരിച്ചങ്ങോട്ട് തന്നെ പോവാം. നമ്മുടെ ലക്ഷ്യം പണിക്കാരൻ്റെ അടുത്ത് എത്തുക എന്നുള്ളതാണ്. പണിക്കാരൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. ഓക്കെ,
ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ കുനിഞ്ഞ് ഉള്ളിൽ കൂടെ വരവ് ഒരു കുറച്ച് റിസ്ക്കാണ്. കുറച്ചുകൂടി മേലെ തന്നാലെ കാണാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ല, ഇവിടുന്ന് നമുക്ക് പെട്ടെന്നായിട്ട് ഇറങ്ങി പോകാൻ തോന്നില്ല. നല്ല സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കണം. എനിക്കും പണിക്കാരനെ പോലെയൊക്കെ ഇവിടെ ഒരു ചെറിയൊരു ടെൻ്റൊക്കെ വെച്ച് ഒറ്റയ്ക്ക് ഒരു ചെറിയ പാചകമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്ന് ഇവിടെ ഒരു കട്ടൻ ചായ ഇട്ട് കുടിച്ച് ഇവിടെ ഇരിക്കണം എന്ന് ഇങ്ങനെ തോന്നുന്നുണ്ട്. നടക്കും തോന്നുന്നില്ല. കാരണം വെച്ചാൽ അതിനുള്ള സെറ്റപ്പുകൾ കാര്യമായിട്ട് നമുക്കില്ല. കാരണം നമ്മളെ കണ്ടന്റ് അതല്ലാത്തതുകൊണ്ട് ഈ ആദ്യം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചെടുത്തിട്ട് വേണം. അപ്പം നോക്കിയൊക്കെ നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാം അല്ലേ. ഉള്ള വെച്ചിട്ട് വേണമെങ്കിൽ ഇതുകൊണ്ട് ഓണം പോലെ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എനിക്ക് ഈ സ്ഥലം കാണുമ്പോണ്ടല്ലോ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇങ്ങനെ ക്യാമ്പിങ് വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ തോന്നും. അടിപൊളിയാണ്. ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലത്തൊക്കെ വരുന്ന സമയത്ത് നമുക്കിങ്ങനെയൊക്കെ തോന്നിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തൊരു പ്രകൃതി സ്നേഹിയാണ് അല്ലേ. ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു വൈബിലുണ്ടല്ലോ നമ്മളിങ്ങനെ കയറി 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 ഇങ്ങനെ പോകും. പള്ളിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി 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 മേലെ അടിപൊളിയാ. സൂപ്പറാണ് കേട്ടോ. രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ കൂടുതൽ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് കൊളാക്കുന്നില്ല. നിങ്ങൾ കണ്ട് ആസ്വദിച്ചാൽ മതി കേട്ടാ. കണ്ടില്ലേ, ഭയങ്കര വൈബ, ഒരു രക്ഷയില്ല. ഇവിടെ എവിടെയാ ഇപ്പം ഇരിക്കേണ്ടതെന്നാ, ഇവിടെ ഇപ്പം എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് അറിയില്ല. കാരണം എവിടെ നോക്കിയാലും അടിപൊളിയാണ്. സൂപ്പർ വൈബ, ഒരു രക്ഷയില്ല. തെന്നലുണ്ട്, അതുകൊണ്ട് കയറി പോയാൽ ഭയങ്കര റിസ്ക്കാണ്. നമ്മൾ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള അഭ്യാസമൊന്നും കാണിക്കുന്നില്ല. ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ കുനിഞ്ഞ് ഉള്ളിൽ കൂടെ വരവ് ഒരു കുറച്ച് റിസ്ക്കാണ്. കുറച്ചുകൂടി മേലെ തന്നാലെ കാണാൻ പറ്റില്ല. പണിക്കാരനെ മാഹിക്കാരനെയും തെരഞ്ഞ് നടന്നിട്ട് ഞാനിപ്പോൾ ഒരു ഗുഹേൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ ഗുഹ അങ്ങനെ പെട്ടെന്ന് ആർക്കും എത്തിപ്പെടാൻ പറ്റിയ ഒരു സ്ഥലമല്ല. അനുകരിക്കരുതാരും. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. ഇനി ആർക്കെങ്കിലും ഈ സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും ആരും ഇവിടെ വന്ന് ഇതുപോലെ നോക്കരുത്. ഞാനിവിടെ അബദ്ധത്തിൽ എത്തിപ്പെട്ടതാണ്. തിരിച്ചിറങ്ങാനും സാഹസികമായിട്ട് വേണം. ഫയർഫോഴ്സിനെ വിളിക്കേണ്ട അവസ്ഥ ആരും നിർത്തി വെക്കരുത്. അതുകൊണ്ട് ഞാൻ ഇനി മേലെ കയറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാ കണ്ടില്ലേ, ഇതിലൊക്കെ കിങ് കോബ്രയൊക്കെ ഉണ്ടാവും. ഇതിൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത്. വളരെയധികം പ്രശ്നമുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ആരും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ സേഫ്റ്റി ഒന്നും ഇല്ലാതെ ആരും ചെയ്യരുത് കേട്ടോ. ഒറ്റയ്ക്ക് ഞാനിവിടെ എത്തിപ്പെട്ടത് കൊണ്ട് കാണിക്കുന്നുള്ളൂ. ഇതുപോലെയുള്ള സ്ഥലത്ത് ആരും ഒറ്റയ്ക്ക് വന്ന് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഓക്കെ,
പിന്നെ പണിക്കാരനും വാങ്ങിക്കാരനും ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ ഞാനിങ്ങനെ തെരഞ്ഞു വന്നാണ്. നേരെ ഇരുട്ടി തുടങ്ങി. അപ്പോൾ അവരുടെ അടുത്ത് എത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ വളരെയധികം റിസ്ക് എടുത്തിട്ട് ഇതുപോലെ ഇവിടെ എത്തിപ്പെട്ടു. ഇനിയിപ്പോൾ ബാക്കി തുടർന്നും ബാക്കിയുള്ള സ്ഥലത്തും കൂടി അങ്ങനെ പോയി അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരുടെ അടുത്ത് എത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ. പോയി നോക്കാം. ഏതാ വഴിയെന്നൊന്നും അറിയില്ല, പണിക്കാരൻ ഏതിലാ വന്നതെന്നൊന്നും അറിയില്ല. നമ്മുടെ ട്രൈപോഡിന് ചെറിയ ഇളക്കുള്ളത് കൊണ്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ട് നമ്മുടെ വീഡിയോ അല്ലാതെ ലാഗായി പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. വളരെയധികം അഡ്വഞ്ചറായിട്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ട് അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ട്രൈപോഡിന് ചെറിയ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് അതിൻ്റെ കുഴപ്പങ്ങളെല്ലാം ക്ഷമിച്ച് നിങ്ങളൊന്ന് വീഡിയോ ക്ഷമയോടെ കാണുക. വളരെയധികം റിസ്ക് എടുത്തിട്ടാണ് വരുന്നത്. എന്തോ വന്യമൃഗങ്ങളുടെ സ്മെല്ലടിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് പുതിയ കടുവ അതുപോലെ എന്തോ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഇവിടെ അതിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. എനിക്കതിനുള്ള എല്ലാ സൂചനകളും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെയധികം ഡേഞ്ചറായിട്ടുള്ള സ്ഥലത്താണ് ഞാൻ വന്നിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഏതാണ്ട് അത് അവിടെ വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ലക്ഷ്യസ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്, തോന്നുന്നത് അവരാണെന്നാണ്. പിന്നെ അവിടെ നിന്നൊക്കെ എന്തൊക്കെയോ കരയുന്ന സൗണ്ടൊക്കെ കേട്ടു. ഈ പോക്കാമ്പൂച്ച എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സാധനം എന്താണെന്ന് തോന്നുന്നുണ്ട്. ശരിക്കും പേടിയായി തുടങ്ങി കേട്ടോ. വളരെയധികം റിസ്ക് ഉണ്ട്. നമ്മുടെ റിസ്കിനൊരു ഫലം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഈ ഇത്രയും നമ്മുടെ ഇത്രയും നാളത്തെ വീഡിയോയിൽ ഏറ്റവും അഡ്വഞ്ചറായിട്ടുള്ള വീഡിയോ ഇതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നല്ലൊരു ട്രൈപോഡ് പോലും കയ്യിലില്ലാതെ ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കിട്ടിയ അവസരം പാഴാക്കി കളയരുത് എന്നുള്ള ഒരു കാര്യമുള്ളത് കൊണ്ടാണ്. കാരണം ഇനി ഒരു നല്ല ട്രൈപോഡായിട്ട് ഇനിയൊരു ദിവസം വരാം എന്ന് വിചാരിക്കേണ്ട സ്ഥലമല്ല ഇത്. അതുകൊണ്ടാണ് കേട്ടോ. വളരെയധികം സൗണ്ട് കേട്ടോ. എന്തോ അവിടുന്ന് കരയുന്നുണ്ട്, അറിയില്ല. നമുക്കെന്തായാലും മേലേക്ക് പോവാം. മേലെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഒരു കിളി പറഞ്ഞു. എൻ്റെ ദൈവമേ, ഞാൻ സൗണ്ട് കേട്ടിട്ടാണ് ഈ വഴിക്ക് തിരിച്ചത്, അല്ലെങ്കിൽ ഞാനതിൽ വഴി തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ വന്ന വഴി കുറച്ച് ഡേഞ്ചറായിരുന്നു. ഇനി കുറച്ചും കൂടി കയറാനുണ്ട്. ഓക്കെ, നമ്മുടെ പണിക്കാരനൊക്കെ തന്നെ തോന്നുന്നുണ്ട്, അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ചെറുങ്ങനെ കേൾക്കുന്നുള്ളൂ, പോയി നോക്കട്ടോ. ഈ വഴിക്ക് ആയിരിക്കില്ല അവർ പോയത്. എനിക്ക് വഴി തെറ്റിപ്പോ എൻ്റെ അമ്മ. ഈ വഴിക്ക് ആയിരിക്കില്ല അവർ പോയത്. എനിക്ക് വഴി തെറ്റിപ്പോ എൻ്റെ അമ്മ. ഈ വഴിക്ക് ആകാൻ സാധ്യതയില്ല. എനിക്ക് വഴി തെറ്റിപ്പോയതായിരിക്കാനാണ് സാധ്യത. അവരുടെ സംസാരം കേൾക്കുന്നുണ്ട്. ഈ വഴിക്കായിരിക്കില്ല, വേറെ വഴി ഉണ്ടോയെന്നുള്ള അറിയില്ല. ഓ അടിപൊളി കേട്ടോ. ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഒരു ക്യാമ്പ് ചെയ്യണം ഇവിടെ നിന്നിട്ട്. ഞാനൊരു ക്യാമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ടായിരിക്കും ക്യാമ്പ് ചെയ്യുക. ഇവിടെ നിന്നൊരു കട്ടൻ ചായ ഇട്ട് കുടിച്ച് ഈ ഒരു
കുടേൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കും. പുറകിൽ പുറത്തൊക്കെ കാണുന്നുണ്ട്. പുലിയൊക്കെ കയറിയിരിക്കുന്ന സ്ഥലമായിരിക്കും ചിലപ്പോൾ, അറിയാൻ പറ്റില്ല. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഇവിടെ ഇരുന്നിട്ട് ഒരു കട്ടൻ ചായ ഇട്ട് കുടിച്ച് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇരിക്കാം. അപ്പോൾ ഇനി തിരിച്ചങ്ങോട്ട് തന്നെ പോവാം. നമ്മുടെ ലക്ഷ്യം പണിക്കാരൻ്റെ അടുത്ത് എത്തുക എന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യം പണിക്കാരൻ്റെ അടുത്ത് എത്തുക എന്നുള്ളതാണ്. പണിക്കാരൻ്റെ അടുത്ത് എത്തിയിരിക്കുക. ഓക്കെ, അടിപൊളിയാണ് കേട്ടോ. വളരെ നല്ല നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിച്ചേർന്നു. നമ്മൾ 2 ദിവസം മുന്നേ ആയിട്ടുള്ള നമ്മുടെ മറ്റേ വീഡിയോ ഉണ്ടല്ലോ, 2-3 ദിവസം കാടിനകത്തുള്ള ഒരു വീഡിയോ. ആ വീഡിയോയിൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് ഭയങ്കര ഭീകരത നിറഞ്ഞ സ്ഥലത്ത് കൂടെ പോയിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഭീകരത എന്ന് പറയാൻ വന്യമൃഗങ്ങളുടെ വലിയ ശല്യമുള്ള സ്ഥലമല്ല, എങ്കിലും ശ്രദ്ധിക്കണം. ഈ കടുവ, പുലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിലെയൊക്കെ നേരത്തെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അഡ്വഞ്ചറാണ്, ഭയങ്കര താഴ്ചയാണ് അങ്ങോട്ടൊക്കെ. ഇങ്ങോട്ടൊക്കെ താഴേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒക്കെയാണ്. അപ്പോൾ ഇവിടെയൊന്നും അങ്ങനെ നമുക്ക് വന്നിരുന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് എന്താ പറയുക, ആനന്ദിക്കാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല. ഞാൻ എന്തായാലും പണിക്കാരനും മാഹിക്കാരനും മേലെ ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ അവരുടെ അടുത്തേക്ക് പോകുന്നതിനിടയ്ക്ക് ഞാൻ ഇവിടെ ഒന്ന് കുറച്ച് സ്ഥലം ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് എഡിറ്റ് ചെയ്യാൻ നല്ല വൈബുള്ള സ്ഥലമാണ്. എഡിറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക നമുക്കൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ വേണം. അതിനെനിക്ക് ഇവിടെ വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനി എന്തായാലും മേലേക്ക് നടന്നു കയറുകയാണ്. നമ്മൾ ആ ഡേയിൽ വന്നിട്ടുള്ള ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ രാത്രിൻ്റെ ഇത് പെട്ടെന്ന് നമ്മൾ അടുത്ത ഷോട്ടിൽ ഇങ്ങനെ കാണിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് കയറി വന്ന സമയത്ത് ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇരുടായി അറിഞ്ഞില്ല. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് നല്ല കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. അപ്പം നമുക്കിനി പണിക്കാരൻ്റെ അടുത്തേക്ക് പോകാം. കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ ഈ ഹൈറ്റിലേക്ക് നമ്മൾ മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മളെ ഈ അഡ്വഞ്ചർ ഇത്രയും നമ്മൾ ചെയ്യുന്നത് പോലെ വേറെ ആരും അങ്ങനെ ചെയ്യില്ല. അപ്പം നമുക്ക് മേലേക്കൊന്ന് പോയി നോക്കാം. നമ്മളെ പണിക്കാരനും മാഹിക്കാരനും അവിടെ ടെൻ്റ് വെച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണിക്കാരനിപ്പോൾ ഏകദേശം പണിക്കാരൻ്റെ അടുത്ത് എത്തി എന്നുള്ളതിൻ്റെ ശരിക്കും ഒരു ഫീൽ വരുന്നത് എങ്ങനെയാണെന്നറിയോ, ഉറപ്പ് വരുന്നത് എങ്ങനെയാണെന്നറിയാം. കാരണം പണിക്കാരൻ്റെ ഫുഡിൻ്റെ മണം വരുന്നുണ്ട് കാറ്റിലിങ്ങനെ, ആ കാറ്റിലിങ്ങനെ പണിക്കാരൻ ഉണ്ടാക്കുന്ന എന്തോ ഒരു വിഭവം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ആ മസാലക്കൂട്ടിൻ്റെ ഒരു നല്ല മണം ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ ടെൻറ്റ് ഇതാ കാണുന്നുണ്ട്. എത്തി ഇതാ കണ്ടില്ലേ? ആളെവിടെയാണോ? പണിക്കാരൻ അവിടെ ഉണ്ടോ? വരുന്ന അറിയാം അല്ലേ? എടാ കണ്ടോ, ഞാൻ വന്നപ്പോ ഐശ്വര്യമായിട്ട് മഴ ചാറുന്നുണ്ട് കണ്ടോ? മഴ കൊണ്ടാണ്. നിനക്ക് ഇഷ്ടം മഴയല്ലേ? നിനക്ക് ഈ മഴ ഇന്ന് വലിയ ഇഷ്ടമല്ലടാ. എന്താ അറിയോ, ആ അവസ്ഥയാ. ഇവന് പണിക്കാരൻ എന്താ അറിയോ, മഴ പെയ്യാൻ വേണ്ടി കാത്തിക്കും. റെയിൻ ക്യാമ്പിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഇന്നിപ്പോ എന്താ പ്രശ്നം അറിയോ, ഇന്നിപ്പോ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മലേന്റെ മുകളിലായത് കൊണ്ടെന്താണ് വെള്ളം ഒന്നും ഒഴുകി പോവില്ലല്ലോ. താഴോട്ട് നോക്കി കിടക്കണം. മാത്രം നോക്കല്ലേ, കുഴിയാണ്. ഞാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ കണ്ടോ. തപ്പിത്തടഞ്ഞിട്ടല്ല, ഞാൻ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ട്. മാഹിക്കാരൻ അവിടെ എന്താ പറയുന്നുണ്ട്, മാഹിക്കാരൻ മഴ പെയ്തു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്ന സമയം പോയി അറിഞ്ഞില്ല. അങ്ങനെ കയറി വരുന്ന സമയത്തൊന്ന് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. നല്ലൊരു സ്ഥലം കിട്ടിയ സമയത്ത് ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്ന് പോയി. പക്ഷെ ഇവിടുത്തെ വിഷ്വൽ കാണണമെങ്കിൽ ഇനി രാവിലെ വേണം. രാവിലെ നല്ല ഭംഗിയായിരിക്കും ഇവിടെ, നല്ല ഭംഗിയായിരിക്കും. ഇപ്പൊ ഈ ലൈറ്റുകളല്ലേ, സൺസെറ്റ് ഒക്കെ കാണാൻ അല്ലേ? വൈകുന്നേരം രാവിലെ നല്ല വൈബാണ്. കോട മൂടിയിട്ട് ചില സമയത്തൊക്കെ ഇവിടെ കോട മൂടിയിട്ടാണ്. രാവിലെയാണ് ഇവിടെ നല്ല രസം ഉണ്ടാവും. എന്താ വെച്ചാൽ കോടമഞ്ഞുണ്ടാവും, അത് കാണാനാണ് മെയിനായിട്ട്. പിന്നെ ഞാൻ അങ്ങനെ വരുന്ന സമയത്ത് ട്രൈപോഡ് ചെറുതായിട്ടൊന്ന് പൊട്ടി. അപ്പോൾ കെട്ടി വെച്ച് ട്രൈപോഡ് പൊട്ടിപ്പോടാ. ഞാൻ അതിലെങ്ങനെ അഡ്വഞ്ചർ ആയിട്ട് കയറി വരില്ലേ. അതുകൊണ്ട് എന്താ വെച്ചാൽ എല്ലാവരും ക്ഷമയോടെ വേണം നമ്മുടെ വീഡിയോ കാണാൻ. കാരണം ഇനി ട്രൈപോഡ് പൊട്ടിയത് കൊണ്ട് നടക്കുമ്പോൾ ഞാൻ അപ്പം അങ്ങനെയാണ്. അപ്പോൾ നമ്മള്
ചെയ്യുന്ന കാര്യങ്ങള് കുറച്ച് എന്തായാലും നമ്മുടെ കുറവുണ്ടെങ്കിലും സതീശൻ ഞങ്ങളെ തേടി എത്തിയതാണ് അല്ലേ? അതെ അതെ നമ്മൾ അധ്വാനിക്കുന്നുണ്ട് കേട്ടോ. നമ്മള് വീഡിയോക്ക് വൃത്തി കുറവാണെങ്കിലും വളരെ കഷ്ടപ്പെട്ടിട്ട് കയറി നമ്മൾ അടുത്തൊരു വന്നിട്ട് ഫോറസ്റ്റ് പോണ കാര്യം പറഞ്ഞില്ലേ പ്രഷറോട്? പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല. അത് നീ പറഞ്ഞു. അടുത്തത് ഞങ്ങള് ഒരു 3 ദിവസത്തെ ക്യാമ്പ് ഒരു കൊടും കാട്ടിന്റെ ഉള്ളിൽ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ ഫോറസ്റ്റ് തന്നെയാണ്, പക്ഷെ അതിന്റെ പെർമിഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടിയാൽ ഉടനെ ഞങ്ങള് സതീശനെയും കൂട്ടി പോവും ഇല്ലേ. പിന്നെ പകുതി വഴിക്ക് തിരിച്ചു പോകാനൊന്നും പറ്റില്ല, അതുപോലത്തെ കാടാണ്. കഴിഞ്ഞ വട്ടം പകുതി വഴിക്ക് തിരിച്ചു പോയി, പിന്നെ അത് വയ്യാത്തോണ്ടാണ്. ഇപ്രാവശ്യം അതൊന്നും പറ്റില്ല. എന്താ വെച്ചാൽ അതുപോലുള്ള ഉള്ളിലോട്ടാണ് പോകുന്നത്. അപ്പൊ അത് നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് പങ്കുവെച്ചു. ഞങ്ങള് ക്യാമ്പ് ചെയ്ത സമയത്ത് ഇവനല്ല എന്നെ കൊണ്ട് ഇവന് ബുദ്ധിമുട്ടായി, ഇവർക്ക് രണ്ടുപേർക്കും. എന്നിട്ട് എന്നെ കൊണ്ടുവിടാൻ വേണ്ടിട്ട് അത് വയ്യാതായതുകൊണ്ടാ, അല്ലാണ്ട് നമുക്ക് എന്താ ബുദ്ധിമുട്ട്? ഇവന് വയ്യാതായി, അതിപ്പോ എനിക്ക് വയ്യാതായാലും നിങ്ങൾ തൂക്കിക്കൊണ്ട് പോണ്ടേ? അതെ. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് നിങ്ങൾ എന്നെ അവിടുന്ന് കൊണ്ടുവന്ന് നാട് കടത്തുന്ന പോലെ കാട് കടത്തി വിട്ടു അല്ലേ? അത് പ്രേക്ഷകർ ക്ഷമയോടെ കണ്ടു. എന്നെ എന്തൊക്കെ പറഞ്ഞു എന്നറിയില്ല, കമന്റിലൊക്കെ കുറെ ഉണ്ട്, കമന്റ് ബോക്സിലൊക്കെ. മായിക്കാരൻ എവിടെയുള്ളത്? ആ, അതാ കാണുന്നതാണ് മായിക്കാരൻ. ഞാൻ മായിക്കാരൻ്റെ അടുത്തേക്ക് പോയിട്ട് മായിക്കാരൻ ഒന്ന് കാണിക്കട്ടെ. കുഴിയൊക്കെ ഉണ്ട്, താഴെ താഴ്ച ഉണ്ട്, അഗാധമായിട്ടുള്ള കൊക്കയാണ്. എവിടെയാ മായിക്കാരൻ? വീഡിയോ എടുത്തോണ്ടിരിക്കണോ? ഞാനിത് ഇപ്പൊ വന്നുള്ളൂ. അവിടുന്ന് പോന്നിട്ട് കുറെ സമയമായി. ഈ മേലേക്ക് ഇങ്ങനെ കയറി 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 മേലെ എത്തണ്ടേ? കാണുന്നുണ്ട്. ഓ, വളരെയധികം താങ്ക് യു. വളരെയധികം അഡ്വഞ്ചർ തന്നെ കേട്ടോ. ആ, അടിപൊളി ക്യാമ്പ്. ടെന്റ് ഇവിടെ എങ്ങനെ വെച്ചിരിക്കുന്നില്ലേ? കാറ്റ് പിടിക്കാൻ നോക്കണേ. കാറ്റുണ്ട് ചെറുതായിട്ട്. അടിപൊളി, നല്ല സീനറി. രാത്രിയുടെ മനോഹാരിത വേറെ തന്നെ കേട്ടോ. എന്താ ഫുഡ്? ഞാനേ നമ്മളെ ഇവിടുന്ന് കിട്ടിയില്ലേ, കാട്ടുന്ന് കിട്ടിയതാ? കാട്ടുന്ന് കിട്ടിയ പനീറും അല്ല, മറ്റേ പനീർ എന്ന് പറയാം, മഷ്റൂം. അത് ശരി. കാട്ടുന്ന് കിട്ടിയത് നമ്മള് ഈ കാട്ടുന്ന് കിട്ടിയ വിഭവം എന്ന് പറയുമ്പോ എല്ലാവർക്കും നോൺ വെജ് ആണ് പെട്ടെന്ന് ഓർമ്മ വരിക. നോൺ വെജ് അല്ല കേട്ടോ. അപ്പൊ കാട്ടുന്ന് കിട്ടിയ മഷ്റൂം, നല്ല അടിപൊളി മഷ്റൂം. ഞാൻ അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു 3-4 ദിവസമായല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അത് ഇന്ന് ഇങ്ങനത്തെ ഒരു സ്പോട്ടിൽ വന്നിട്ട് തന്നെ കഴിക്കാന്ന് വിചാരിച്ചു. ഒരു വൈബല്ലേ, കാട്ടുന്ന് കിട്ടിയ ഒരു മഷ്റൂം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്ന് കഴിക്കാന്ന് പറയുമ്പോ. മഴ ചാറുന്നുണ്ട്, അപ്പൊ ചാറ്റൽ മഴ ഉണ്ട്. കുഴപ്പമില്ലല്ലേ? ഇല്ല, ചാറ്റൽ മഴ പെയ്തു കഴിഞ്ഞാല് പിന്നെ ഒരു രക്ഷയില്ല, നനയാന്നല്ലാതെ. നമ്മളെ കാടിന്റെ അന്തരീക്ഷത്തിലേക്ക് ഒന്നുകൂടി പോണല്ലേ? കാട്ടിൽ ഒന്നും കൂടി പോണം. അന്ന് പിന്നെ സതീശന് വയ്യാതായതുകൊണ്ട് അന്ന് സതീശന് തിരിച്ചു പോകേണ്ടി വന്നു. ഞങ്ങള് തിരിച്ചു വിട്ടുകൊടുത്താ. എനിക്ക് ഇവരുടെ ഒപ്പം പോയിട്ട് മതിയായിട്ടില്ല നിന്നിട്ട്. അപ്പൊ ഒന്നുകൂടി എനിക്ക് പോണം. അപ്പൊ അന്ന് പ്രത്യേകിച്ച് സതീശൻ വെൽ ട്രെയിൻഡ് ആയി, ഇനി പ്രശ്നമൊന്നുമില്ല. പേടിയൊന്നുമില്ല കേട്ടോ. പേടിയൊക്കെ മാറി വന്നെങ്കിലും പേടി പിന്നെ അതൊന്നും വിഷയമല്ല സതീശ. അതൊക്കെ നമ്മള് ചെയ്ത് റെഡി. എനിക്ക് ഇവരുടെ ഒപ്പം ക്യാമ്പ് ചെയ്തിട്ടേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മതിയായിട്ടുണ്ടായില്ല. ആ സമയത്ത് എനിക്ക് സുഖമില്ലാതൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നിയപ്പോൾ ഞാൻ അവിടുന്ന് അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പോന്നാണ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയില് നല്ലൊരു അടിപൊളി ഇത് മഷ്റൂം കഴിക്കാൻ കൂടുന്നോ? മഷ്റൂം നല്ല വെള്ളപ്പുണ്ട്, മറ്റേ കടയിൽ നിന്ന് വാങ്ങിയ വെള്ളപ്പുണ്ട്. എന്തായാലും നടക്കട്ടെ. ഞാൻ നിങ്ങൾ പാചകം ബാക്കിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ വരാം. പ്രേക്ഷകരെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട്, നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് വന്നാ. സതീശനെ സപ്പോർട്ട് ചെയ്യുക, സതീശന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സതീശൻ നമ്മളെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നമ്മൾ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്, എങ്ങനെയാണ് പോകുന്നത്, ക്യാമ്പ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യല്ല. അടുത്ത ഷോട്ടിൽ ബാക്കി നമുക്ക് സംസാരിക്കാം. പിന്നെ എനിക്ക് എന്തായാലും എന്താ അറിയോ, മാഹിക്കാരന്റെ ആ വിഭവത്തിൽ നിന്നൊന്ന് രുചി നോക്കണമെന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒന്നും കൂടി വരാം. വെള്ളപ്പം ഞാൻ കൂടുതൽ കരുതിയിട്ടുണ്ട്. വെള്ളപ്പം കൂടുതലുണ്ട് അല്ലേ? ഓക്കെ, വലിയ പൊതിയാണ് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പൂമ്പാറ്റ വന്നിരിക്കുന്നുണ്ട്, പോയി ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നല്ല വൈബുള്ള സ്ഥലത്താണ് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. എന്നാ ഞാനേ പണിക്കാരൻ്റെ അടുത്ത് ഒന്നുകൂടി പോട്ടെ കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ഓക്കെ. താങ്ക് യു. പണിക്കാരൻ ക്യാമ്പ് ചെയ്യുന്നതിൻ്റെ ഇവിടെ ടെൻറ്റ് വെച്ചിട്ടുള്ളത് എവിടെയാണ് കണ്ടില്ലേ? ഉറങ്ങിയെന്ന് ചോദിച്ചു നോക്കാം നമുക്ക്. അങ്ങനെയുണ്ട് ചോദിച്ചിട്ട് നമുക്ക് അങ്ങനെ താഴേക്കല്ലേ. പണിക്കാരാ, ഓയ് ഉറങ്ങിയാ? ഇല്ലേ? ഞാൻ മൊബൈൽ നോക്കിയിരിക്കുന്നു. ആണോ? കമ്പനിന് റിപ്ലൈ കൊടുക്കുക. അപ്പൊ അങ്ങനെയാണ്, ഇവിടെയാണ്. ഞാൻ നോക്കിപ്പോ ശ്രദ്ധിച്ചു പോണം. അപ്പൊ ഇവിടെ കാറ്റ് പിടിക്കുവോ? ഇല്ലല്ലേ, പ്രശ്നമില്ലല്ലേ? നോക്കണം കേട്ടോ. നീ ടെന്റിന്റെ ഉള്ളിൽ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അത് കുഴപ്പമില്ല. നീ പോകുമ്പോ നോക്കി പോണേ. എന്താച്ചാല് മുകളിലോട്ട് നോക്കി ക്യാമറ നോക്കി പോരുത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കുറച്ചങ്ങോട്ട് നടക്കണം. നടക്കാണ്ട് കുറച്ച് നടക്കാണ്ട്.
അപ്പോൾ എന്താണെങ്കിലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ എന്താ വെച്ചാലേ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ പണിക്കാരൻ്റെ ക്യാമ്പിംഗ് സ്ഥലത്ത് എനിക്ക് എത്തിപ്പെടാൻ പറ്റി. മാഹിക്കാരനെയും കണ്ടു, മാഹിക്കാരൻ കിടന്നു, ഫുഡ് കഴിച്ചു. ഇവര് ഇവിടെ കിടക്കുകയാണ്. ഞാൻ കിടക്കുന്നില്ല, ഞാൻ വിടുക. ഇവിടെ ഇപ്പം കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ എന്താണെന്നറിയോ, എനിക്ക് അതെ അതെ 2 ദിവസത്തെ ക്ഷീണം ഒന്ന് മാറിയിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മളെ എനിക്കൊരു വീഡിയോ ഇടാനും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും അത് എടുത്ത് ആപ്പിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അത് തന്നെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. പണിക്കാരനാണെങ്കിൽ സമയം വൈകി, ഇനിയിപ്പോൾ ഇല്ലല്ലേ, ഉറക്കം വരില്ല അല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെയാണ്. ഇനിയിപ്പോൾ സംസാരിച്ച് നിന്നാൽ അങ്ങനെ നീണ്ടുപോകും. നീ നോക്കി പോണോട്ടോ, എനിക്ക് അതേ പറയാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. പിന്നെ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം. അത് പറയും, ഹൈപ്പും കൂടി ചെയ്യണം കേട്ടോ. ലൈക്ക്, കമന്റ്, ഷെയർ, ഹൈപ്പ്, സബ്സ്ക്രൈബ്. ഓക്കെ, ബെല്ലൈക്കണും കൂടി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ വീഡിയോ കണ്ട് ഇനി ഡെയിലി വീഡിയോ വരുന്നുള്ള പറയും. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇനി ലോങ് വീഡിയോ ഇടും. ഷോർട്സ് നിർത്തുകയാണ് കേട്ടോ. ഷോർട്സ് ഇട്ടും കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. നമുക്ക് റവന്യൂ റെഡി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് വീഡിയോ തന്നെ ചെയ്യണം. അപ്പോൾ ഈ പണിക്കാരനൊക്കെ ചെയ്യുന്നത് പോലെ, പണിക്കാരനൊക്കെ വാങ്ങിക്കുന്ന പോലെ എനിക്കും കാശ് വേണം എന്ന് തോന്നുന്നുണ്ട്. കാശ് വാങ്ങിക്കുന്നുണ്ട്, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ പിടിക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് നമുക്ക് ഹാൻഡിക്യാമൊക്കെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കുന്നതിൽ അത്ര ഒരു ഇതുണ്ടാവില്ല. എന്താ വെച്ചാൽ ക്ലാരിറ്റി ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും പണിക്കാരൻ്റെ ഒക്കെ വീഡിയോ വെച്ച് നോക്കുന്ന സമയത്ത്. പക്ഷെ എന്നാലും എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട്, അതുപോലെ പണിക്കാരൻ്റെ വീഡിയോയും കൂടി കണ്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. ഓക്കെ, പണിക്കാരൻ്റെ മുട്ട റോസ്റ്റ് കഴിച്ചു, അടിപൊളിയാണ് കേട്ടോ. പണിക്കാരൻ്റെ വീഡിയോ കാണിച്ചോ? എൻ്റെ വീഡിയോയിലും കാണിച്ചില്ല. അത് സാറില്ല, അത് അവൻ്റെ കണ്ടന്റ് അല്ലേ. ഞാൻ അതിൽ കയറിയിട്ട് അവനുണ്ടാക്കി, കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഞാനെടുത്തിട്ട് കഴിച്ചു, അത് വേറെ കാര്യം. അത് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. സെറ്റ്.